മലയാള സിനിമയിൽ എപ്പോഴും ഓർമ്മ വരുന്ന ഒരു പേരുകളിൽ ഒന്നാണ് പ്രേം നസീർ. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ കൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുകയാണ്. ആക്ടർ നവാസ് ഏറെക്കാലമായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് മരണപ്പെട്ട വാർത്തയാണ് മലയാള സിനിമാ ലോകം കേൾക്കേണ്ടി വന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന് മുമ്പിൽ, അതായത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടെ ഫ്ളാറ്റിന് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത്. പ്രേം നസീർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ അതിൻ്റെ ഒരു രീതിയിലേക്ക്, അതായത് മലയാള സിനിമയെ അറിയപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നടനായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ അച്ഛൻ്റെ അതേ പാതയിൽ തന്നെയായിരുന്നു മകനും. മലയാള സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഈ കുറച്ചു കാലമായിട്ട് അസുഖം മുഖാന്തരമാണ് അദ്ദേഹം ചികിത്സയിൽ തുടരുന്നതിന്റെ ഭാഗമായി സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. 1981 പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങളാണ് ഷാനവാസിന്റെ ആദ്യ സിനിമ. ആ സിനിമ വൻ വിജയമായിരുന്നു. അതോടുകൂടെ മലയാള സിനിമാ ലോകത്തിന് ഒരു പുതിയ താരത്തെ കൂടെ കിട്ടി. പ്രേം നസീർ എന്ന അതുല്യ പ്രതിഭയ്ക്കപ്പുറത്തേക്ക് ഷാനവാസം ശ്രദ്ധിക്കപ്പെട്ടു. 1982 ശ്രീകുമാർ തമ്പിയുടെ ഗാനത്തിലും വേഷമിട്ടിരുന്നു. പ്രേം നസീറിന്റെ മകൻ എന്ന മേൽവിലാസം സിനിമയിൽ കാലുറപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് ഏറെ സഹായമായിട്ടുമുണ്ട്. 1989 പ്രേം നസീർ അന്തരിക്കുകയുണ്ടായി. എന്നാൽ 1991 വരെ ഷാനവാസ് സിനിമയിൽ സജീവമായി തുടർന്നു. 10 വർഷത്തിനിടെ 80ഓളം സിനിമകളെല്ലാം വൻ വിജയം. ഇതിൽ 25 എണ്ണത്തിൽ നായകനായിട്ടായിരുന്നു അഭിനയിച്ചത്. ഇവനൊരു സിംഹം എന്ന സിനിമയിൽ പ്രേം നസീറും ഷാനവാസും അച്ഛനും മകനുമായി വേഷമിട്ടത് മലയാളികൾ എന്നും ഓർക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇതേ തുടർന്ന് ചലച്ചിത്ര രംഗം വിട്ട ഷാനവാസ് ദുബായിൽ ബ്ലൂ വെയിൻ ഷിപ്പിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. 12 വർഷത്തോളം സിനിമാ രംഗത്ത് നിന്ന് വിട്ടുനിന്നിട്ടുള്ള വ്യക്തിയാണ്. 2003 അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ കളിയോടം എന്ന സിനിമയിലും ശംഖപുഷ്പം എന്ന മെഗാ സീരിയലിലും അഭിനയിച്ചു. ഇതോടെ മിനി സ്ക്രീൻ രംഗത്തും സജീവമായി ഷാനവാസ് മാറി. 12ഓളം വർഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് ബിസിനസ് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു ഷാനവാസ്. പിന്നീട് വീണ്ടും മിനി സ്ക്രീനിലേക്ക് എത്തുകയും 20ഓളം സീരിയലുകളിൽ പ്രധാന വേഷമിടുകയും ഒക്കെ ചെയ്തു. ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഓരോ സുഹൃത്തുക്കളും ഇന്ന് മലയാളി വാർത്തയോടക്കം പ്രതികരിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം തന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നമുക്കറിയാം സോഷ്യലി എത്രമാത്രം റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു സിനിമ സംസാരിച്ചിരുന്നത് എന്നുള്ളത്. അതായിരുന്നു ഷാനവാസിന്റെ അവസാന ചിത്രം ജനഗണമന. ഇതിനുശേഷം അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാകുകയും പിന്നീട് ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹം സിനിമാ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒക്കെ ആയിരുന്നു. കുറെ കാലമായിട്ട് ചികിത്സയിൽ തുടരവെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെടുന്നത്. തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന് സമീപത്താണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി എത്തുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒരുപാട് ആളുകളുമുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകരടക്കം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും മലയാള സിനിമാ ലോകത്തിന് ഒരു തീരാ നഷ്ടം തന്നെയായി ഷാനവാസം മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.
തൊട്ടെ കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ഷാനവാസിക്ക ഹരിത നായകൻ എന്ന് പറയുന്ന പ്രേംനസീർ സാറിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് കേരളം ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ ഒരു തലമുറയുടെ നമുക്കറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒന്ന് ആ ഒരു ദുഃഖമാണ് നമുക്ക് കൂടുതലുള്ളത്. പിന്നെ ഇക്കയെ സംബന്ധിച്ചിടത്തോളം നസീർ സാറിൻ്റെ അതേ എന്താ പറയുക, നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വളരെ സൗമ്യനും വളരെ ഫ്രണ്ട്ലിയുമായിട്ട് ഇടപഴകുന്ന ഒരു സീനിയർ ആക്ടർ, നമ്മളൊക്കെ കൊച്ചുനാൾ മുതലേ കണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഇത് നടന്നപ്പോൾ തീർച്ചയായിട്ടും വന്ന് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു, ഒരുപാട് ദുരവസ്ഥയിലായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും സമയം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൻ്റെ കറക്റ്റ് സമയമായിരിക്കാം ചിലപ്പോൾ. താങ്ക് യു. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് പ്രേംനസീർ സാറിൻ്റെ കൂടെയാണ്. ഗുരുദേവ് എന്ന ചിത്രം. നസീർ സാറിൻ്റെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതൊരു ഭാഗ്യമാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിന് മുമ്പ് എനിക്കൊരു കല്യാണ ഫംഗ്ഷൻ വെച്ച് ഞാൻ കണ്ടത്. വളരെയധികം സംസാരിച്ചു. വളരെയധികം നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു വ്യക്തിക്ക് ഒരു മരണം അനിവാര്യമാണ്. വളരെയധികം കഷ്ടപ്പെട്ട് മരിച്ച് ഇറങ്ങിക്കടിഞ്ഞ കാര്യം കൂടി വളരെയധികം യാതന അനുഭവിച്ചു എന്ന് അറിയാൻ സാധിച്ചു. അതിൽ ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കുടുംബാംഗങ്ങളോട് ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു കലാകാരൻ നിലയിൽ എൻ്റെ ഞാൻ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന You are watching. You're watching me. And you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.